നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ അധിനിവേശ സ്വഭാവങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാത്തിടത്തോളം കാലം വലിയ തിക്താനുഭവങ്ങൾ ഇനി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ചൈനയും റഷ്യയും സംയുക്തമായി ചേർന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ചൈനയും റഷ്യയും വിചാരിച്ചാലും ലോകത്ത് പലതും സംഭവിക്കും. പല രാജ്യങ്ങൾക്കും പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ അത് അനിയന്ത്രിതമാകുന്ന രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഇറാനുമായി ബന്ധപ്പെട്ട ആണവ വിഷയം, സമ്പുഷ്ടീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നും തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഉപരോധ നീക്കങ്ങളെയെല്ലാം തൃണവൽഗണിക്കുന്ന ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളാണ് നമ്മൾ കാണുന്നത്. ഇറാന്റെ നാവിക കപ്പലിനെ തകർത്തുകൊണ്ട് അമേരിക്ക നടത്തിയ ചെയ്തികളെ ശ്രീലങ്ക അടക്കമുള്ള ചെറു രാജ്യങ്ങൾ പോലും ഒരു രീതിയിലും അംഗീകരിക്കുകയോ അമേരിക്കയുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ നൂറ്റാണ്ടിൽ അമേരിക്കയുടെ അധീന ശക്തികളെ, അധിനിവേശ സ്വഭാവങ്ങളെയൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന ലോകരാജ്യങ്ങളുണ്ട് ഈ ഭൂമിക്കകത്ത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചെയ്തികളെ ന്യായീകരിച്ചും ഇസ്രായേലിന് വേണ്ടി നിരവധിയായ സാഹചര്യങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും എപ്പോഴും പെരുമാറിയിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ സ്വന്തം രാജ്യത്തുള്ള പ്രതിപക്ഷ നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് നിർത്തൂ എന്നാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് തികഞ്ഞ അരാഷ്ട്രീയവാദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ ക്ഷേമമല്ല, തലയ്ക്ക് കിറുക്ക് പിടിച്ചതുപോലെ ഈഗോ മാത്രം വലിച്ചു കയറ്റി നടക്കുന്ന ഒരു പ്രായാധിക്യം കൊണ്ട് ബുദ്ധിസ്ഥിരതയില്ലാത്ത, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു മനുഷ്യനായി മാത്രമാണ് ട്രംപിനെ ഇന്ന് സ്വന്തം പാർട്ടിക്കാർ പോലും വിലയിരുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിക്കോളാസ് മഡൂറയെ തട്ടിക്കൊണ്ടുപോകുന്നു, അതുപോലെയുള്ള ചില കലാപരിപാടികൾ നടത്തിയതുകൊണ്ട് അമേരിക്ക വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. GCC രാജ്യങ്ങളുടെ വിരോധം സമ്പാദിക്കുകയോ അല്ലെങ്കിൽ അവർ പരിപൂർണമായി അമേരിക്കയുടെ സഹകരണം ഉപേക്ഷിക്കുകയോ ചെയ്യാൻ സാധ്യമാകുന്നതെല്ലാം ഇറാനും ചൈനയും റഷ്യയും എല്ലാം സംയുക്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും കനത്ത നഷ്ടം എന്ന് പറയുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നുകൂടി ശക്തി പ്രാപിക്കുകയും ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും എതിർത്താൽ പല കാര്യങ്ങളിലും റഷ്യയ്ക്കും ചൈനയ്ക്കും മുതൽക്കൂട്ടാകും എന്നുള്ളത് വളരെ വ്യക്തം. നമ്മുടെ രാജ്യം ഏതൊക്കെ നിലപാടാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തുടക്കം മുതലേ, നെഹ്റുവിൻ്റെ കാലം മുതലേ എടുത്തിരിക്കുന്ന ഒരു നയമുണ്ട്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരിചേരാ നയങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ ചില കാര്യങ്ങളിലെങ്കിലും നമ്മുടെ രാജ്യം ചില ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ യോജിപ്പ്, അതിനിപ്പോൾ ബ്രിക്സിൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റു ചില ഉഭയകക്ഷി ബന്ധങ്ങളുടെ പേരിലായിരുന്നാലും രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കൂടുതൽ ആക്കം കൂടി വരുന്നത്.